Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തിയ മെറ്റീരിയൽസ് മാനേജ്മെന്റ്? ആ കോഡിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ കംപ്ലീറ്റ് ആയില്ലേ? ഇനി ABC അനലൈസിസ്. ABC അനാലിസിസ് ആണ് അല്ലെ? ഓക്കെ, ശ്രദ്ധിക്കേണ്ട. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കാന്നാ പറഞ്ഞേ അല്ലെ? ABC അനാലിസിസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ABC എന്നാണ് കേട്ടോ ഇവിടെ. ABC ടെക്നിക് ഈസ് യൂസ്ഡ്. എന്താ ഇവിടെ ഒരു ശരിയായ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെ? ആ ഒരു സ്റ്റോക്കിന്റെ ശരിയായ നിയന്ത്രണം അല്ലെ? പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ് എന്നാ പറയുന്നത്. ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററീസിന്റെ ശരിയായ നിയന്ത്രണം നടത്തുന്നതിനായിട്ട് നമുക്ക് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? ഈ ABC ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ABC ടെക്നിക്കില് നമുക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. നമ്മൾ ആ ഒരു A ഐറ്റം, B ഐറ്റം, C ഐറ്റം എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ABC അനാലിസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ മെറ്റീരിയൽസിനെ നമ്മൾ എന്തായിട്ടാണ് ഇതിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്? 3 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. 3 ഗ്രൂപ്പായിട്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതായിരിക്കും? A ആയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതായിരിക്കും? B ആയിരിക്കും അല്ലെ? മൂന്നാമത്തെ ഗ്രൂപ്പ് C. അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് ഇവിടെ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു? കാറ്റഗറൈസ് ചെയ്യുന്നു. ABC അനാലിസിസ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നമുക്ക് ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് അല്ലെ? നിയന്ത്രിക്കാനായിട്ടാണ് നമ്മൾ ABC അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അതില് മെറ്റീരിയൽസിനെ നമ്മൾ 3 അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. A, B and C according to the cost of the materials and money value of consumption. ഇനി എന്തിനനുസരിച്ചാണ് ഈ ABC എന്നതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? ആ മെറ്റീരിയലിന് എത്ര വില വരുന്നുണ്ട് അല്ലെ? അതുപോലെ അതിന് എത്ര മൂല്യം വരുന്നുണ്ട് അല്ലെ? നമ്മൾ ചെലവാക്കുന്ന ആ പണത്തിനനുസരിച്ചുള്ള മൂല്യം എത്രത്തോളം അതിനുണ്ട് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ മെറ്റീരിയൽസിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. A ആയിട്ടും B ആയിട്ടും C ആയിട്ടും. എന്താണ് ഒരു ABC അനാലിസിസ് എന്നാണ് ജനറലി പറഞ്ഞത്? ABC അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയിൽ ഇൻവെന്ററീസ് ഒക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഒക്കെ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ്. അതില് 3 നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐറ്റംസിനെ 3 കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് A ഗ്രൂപ്പ് അല്ലെങ്കിൽ A ഐറ്റംസ് എന്ന് പറയാം. രണ്ടാമത്തേതാണ് B ഐറ്റംസ്. മൂന്നാമത്തേതാണ് C ഐറ്റംസ് അല്ലെങ്കിൽ C ഗ്രൂപ്പ് എന്ന് പറയാം. ഈ 3 ഐറ്റംസും ആയിട്ട് ഇതിനെ തിരിച്ചിരിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? ആ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് എത്ര വില വരുന്നു അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചാണ് ABC എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ പറയും, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചേ. A ഐറ്റംസ് എന്താണ് ഒരു A ഐറ്റം എന്ന് പറയുന്നത് നോക്കിയേ. ഇൻ ഹോൾ ഓഫ് ദ ഇൻവെന്ററി. ആ ഒരു ഇൻവെന്ററീസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആ ഒരു ഇൻവെന്ററീസ് അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള സ്റ്റോക്കില് ഈ A ഐറ്റംസ് ഉൾപ്പെടുന്നത്. There are few costly items which come under this group. എന്താണ് കോസ്റ്റ്ലി ഐറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയാറില്ലേ ഭയങ്കര കോസ്റ്റ്ലി ആണത് എന്ന് പറയൂ അല്ലെ? എന്താണ് ഒരു കോസ്റ്റ്ലി ഐറ്റം എന്ന് പറഞ്ഞ?
എന്താണ് ഒരു കോസ്റ്റ്ലി ഐറ്റം എന്ന് പറഞ്ഞ? വില കൂടിയത് അല്ലെ, ഒരുപാട് വില കൊടുത്ത് നമുക്ക് വാങ്ങേണ്ടി വരുന്ന ഒരു ഐറ്റം ആണ്, അല്ലെങ്കിൽ വില കൂടിയ ഒരു ഐറ്റം ആണ്. എന്താണ്? വിലപിടിപ്പുള്ള ഒരു ഐറ്റം ആണ് കോസ്റ്റ്ലി ഐറ്റംസ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ എ ഐറ്റംസ് എന്ന് പറയുന്നത് ആ മൊത്തത്തിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇൻവെന്ററിയുടെ അതിനുള്ളിൽ കുറച്ച് ഏരിയ മാത്രമേ ഈ എ ഐറ്റംസ് വരുന്നുള്ളൂ. എന്നാൽ കൂടി അത് കുറച്ച് ഐറ്റംസ് ആണെങ്കിൽ കൂടി അതിന്റെ വില എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുറവാണോ കൂടുതലായിരിക്കും? കുറവായിരിക്കും കൂടുതലായിരിക്കും? എന്താണ് ഇവിടെ കോസ്റ്റ്ലി എന്നതുകൊണ്ട് പറഞ്ഞില്ലേ ഓൾറെഡി? കോസ്റ്റ്ലി ആണ് അല്ലെ, അപ്പൊ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഒരു എ ഐറ്റംസ്, അതായത് ഒരു മൊത്തത്തിലൊരു എന്താണ് ഒരു സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. മൊത്തത്തിലൊരു സ്റ്റോക്ക്, ആ ഒരു സ്റ്റോക്കില് ഈ എ ഐറ്റംസ് ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ കൂടി ഇപ്പൊ കുറച്ച് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ഐറ്റംസ് എന്ന് പറയുന്നതിന്റെ നമ്പർ കുറവായിരിക്കും അല്ലെ. ഇനി ആ ഐറ്റംസ് കുറവാണ്, നമ്പർ കുറവാണ്, അത് കുറച്ച് ഏരിയ മാത്രമേ ഈ എ ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ എങ്കിൽ പോലും അവിടെ കുറച്ചും കൂടി ചെലവ് കൂടുതലാണ്. കാരണം എന്താ? ഈ കുറച്ച് ഐറ്റംസ് ആണെങ്കിൽ പോലും അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. മനസ്സിലായോ? വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ്. നോക്കിയേ നെക്സ്റ്റ്, ദീസ് ഐറ്റംസ് മേ നോട്ട് ബി മോർ ദാൻ 10% ഓഫ് ദ ടോട്ടൽ ഐറ്റംസ്. ആ ടോട്ടൽ ഐറ്റം അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റോക്കിന്റെ 10% മാത്രമേ ഈ എ ഐറ്റംസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു 100% എന്നുള്ളൊരു കണക്കെടുക്കുകയാണ്. ടോട്ടൽ ഐറ്റംസ്, അവിടെയുള്ള ടോട്ടൽ സാധനങ്ങൾ എത്ര ശതമാനം ഉണ്ടെന്ന് എടുക്കണം നമ്മള്. ഒരു 100% ഉണ്ടെങ്കിൽ അതിന്റെ 10% മാത്രമേ ഏത് ഐറ്റംസ് വരുള്ളൂ? ഏത് ഐറ്റംസ്? എത്ര ശതമാനമായിരിക്കും എ ഐറ്റംസ് വരുന്നത്? ആ മൊത്തം ഐറ്റംസിന്റെ എ ഐറ്റംസ് 10% മാത്രമേ വരുന്നുള്ളൂ അല്ലെ. 10% ആണ്. ബട്ട് കൺസ്യൂംസ് അബൌട്ട് 70% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ്. ഈ പറയുന്ന 100% ഒരു ഐറ്റംസ്, 100% സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് വേണം അല്ലെ. അപ്പൊ ബഡ്ജറ്റ് ഒരു 100% നമ്മൾ സ്റ്റോക്ക് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോഴും ഒരു 100%-ലല്ലേ തയ്യാറാക്കുന്നത്? 100%-ലല്ലേ നമ്മൾ കണക്കാക്കുന്നത് പെർസെന്റേജ് ആവുമ്പോ. അപ്പൊ ഒരു 10% അവിടുത്തെ ആ ഒരു ടോട്ടൽ ഐറ്റംസില് 10% മാത്രമേ ഈ എ ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ 10% അവിടെ എങ്കിൽ പോലും അതിന് ചിലവാകുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 100% എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ 70% എന്തിനു വേണ്ടി തന്നെ ചിലവാകും? എന്തിനു വേണ്ടിയാ ചിലവാകുന്നേ? ഈ എ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലവാകുന്നു. ക്ലിയർ ആവുന്നുണ്ടോ എന്താ പറയുന്നതെന്നുള്ളത്? എ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താ? എ ഐറ്റംസ് എന്ന് പറയുന്നത് ആ മൊത്തത്തിലുള്ള സ്റ്റോക്കിലെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ എ ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ. എന്നാൽ പോലും അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ എ ഗ്രൂപ്പിൽ വരുന്നത്. ക്ലിയർ ആയോ? അത്രയും ഭാഗം ക്ലിയർ ആണോ? കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു മൊത്തം സ്റ്റോക്കിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ ഐറ്റംസ് എ ഐറ്റംസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ് സെന്റൻസിൽ പറയുന്നത്? ദീസ് ഐറ്റംസ് മേ നോട്ട് ബി മോർ ദാൻ 10% ഓഫ് ദ ടോട്ടൽ ഐറ്റംസ്. ആ മൊത്തത്തിലുള്ള ഐറ്റംസിന്റെ 10%, 100% എന്നൊരു കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം ഐറ്റംസ് ഒരു 100% ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിലൊരു 10% മാത്രമേ ഈ എ ഐറ്റംസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? എന്നാൽ പോലും ഇതൊരു 10% അല്ലേ ഉള്ളൂ എന്ന് കരുതി അതിന് കുറച്ച് പണം ചിലവാക്കിയാൽ മതിയോ അത് വാങ്ങാനായിട്ട്? ഇത് വിലപിടിപ്പുള്ള സാധനമാണ് നമ്മൾ പറഞ്ഞു അല്ലെ, കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തം ബഡ്ജറ്റിന്റെ 70% ഇത് വാങ്ങാനായിട്ട് ചിലവാകും. ക്ലിയർ ആണോ ആ സെന്റൻസ്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. So need proper storage and handling. ഇത് വിലപിടിപ്പുള്ള കോസ്റ്റ്ലി ഐറ്റംസ് ആണ് അല്ലെ. നമ്മൾ ഒരു 70% ബഡ്ജറ്റ് കൊടുത്താണ് ഇത് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യണം, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. Then overstocking is avoided
only necessary quantities of these inventories are purchased and stocked. ഇനി ഇതിന്റെ ഓവർ സ്റ്റോക്കിംഗ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് തടയാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ശരിയായ അളവിൽ അല്ലെ വളരെ അത്യാവശ്യം അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെ ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഇതിന്റെ ഓവർ സ്റ്റോക്കിങ്ങിനെ തടയാനായിട്ട് പറ്റും. ഒരു എ ഐറ്റം എന്ന് പറഞ്ഞാല് അതെപ്പോ ആ ഒരു മൊത്തത്തിലുള്ള ടോട്ടൽ ഐറ്റംസില് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ, വളരെ 10% മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. എങ്കിൽ കൂടി അത് കോസ്റ്റ്ലി ഐറ്റംസ് ആയതുകൊണ്ട് അവിടുത്തെ ആ ടോട്ടൽ ബഡ്ജറ്റിന്റെ 70% ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് അവർക്ക് ചെലവാകേണ്ടതായിട്ട് വരും. ഇത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഇത്രയും ബഡ്ജറ്റുകളൊക്കെ ചെലവാക്കിയാണ് നമ്മൾ ഇത് വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇത് ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യണം, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും വേണം. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഓവർ സ്റ്റോക്കിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഐറ്റംസിന്റെ ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? അതിനാവശ്യമായിട്ടുള്ളത് അല്ലെ ഐറ്റംസ് കൂടുതൽ വാങ്ങാണ്ടിരിക്കുക, അതിന് പകരം എന്താ ചെയ്യേണ്ടത്? വളരെ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ വളരെ അനിവാര്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇതിന്റെ ഓവർ സ്റ്റോക്കിംഗ് നമുക്ക് തടയാൻ സാധിക്കും. ക്ലിയർ ആണോ? ഐറ്റംസ് ഒരെണ്ണം ബേസ് കിട്ടിയാൽ നിങ്ങൾക്ക് അടുത്തത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബി ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബി ഐറ്റംസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നെയ്തർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. എന്താണ് ഈ ബി ഐറ്റംസ്? എ ഐറ്റംസ് നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? ഫ്യൂ കോസ്റ്റ്ലി ഐറ്റംസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ബി ഐറ്റംസിലേക്ക് വരുമ്പോ ഇത് വളരെ കോസ്റ്റ്ലിയും അല്ല എന്നാൽ വളരെ ചീപ്പുമല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്നതാണ് അല്ലെ. ഒരുപാട് പണം ചെലവാകുന്നില്ല എന്നാൽ ഒരുപാട് താഴത്തുമല്ല അല്ലെ, ചീപ്പുമല്ല ഒരുപാട് കോസ്റ്റ്ലിയുമല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ് ബി ഐറ്റംസിൽ വരുന്നത്. നോക്കേ, these items constitute 20% of the total quantity of the inventories. ആ മൊത്തത്തിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഐറ്റംസിന്റെ എത്ര ശതമാനമായിരിക്കും ഈ ബി ഐറ്റംസ് ഉൾപ്പെടുന്നത്? 20%. എ ഐറ്റംസ് എത്ര ശതമാനമായിരുന്നു? ആ മൊത്തം ഐറ്റംസില് ടോട്ടൽ ഐറ്റത്തിന്റെ എത്ര ശതമാനമായിരുന്നു? എ ഐറ്റം എന്ന് പറയുന്നത് 10% അല്ലെ. ബി ഐറ്റം എന്ന് പറയുമ്പോൾ എത്ര ശതമാനം ഉണ്ടെന്നാ പറയുന്നേ? ആ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 20%. ഓക്കെ, then 20% of the total expenditure of the inventories. ഇനി ഇവിടുത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നതും എത്ര ശതമാനം തന്നെയാണ്? ഈ 20% ആ ഐറ്റംസ് വാങ്ങണമെങ്കിൽ നമുക്ക് 20% ആ ബഡ്ജറ്റ് ചിലവാകും. ക്ലിയർ ആണോ? അവിടെ 2% സെയിം ആണ്. 20% ആ ബി ഐറ്റംസ് വാങ്ങണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റിന്റെ 20% തന്നെ ചിലവാക്കേണ്ടതായിട്ട് വരും. കാരണം ഇതെന്താ? ഒത്തിരി കോസ്റ്റ്ലിയും അല്ല ഒത്തിരി ചീപ്പുമല്ല. ക്ലിയർ ആയോ? അത് ആ ഒരു ബി ഐറ്റംസ് എന്താന്നുള്ളത് നെയ്തർ കോസ്റ്റ്ലി ഓർ നോട്ട് ചീപ്പ് ആണ്. എന്താ? ഒത്തിരി കോസ്റ്റ്ലിയും അല്ല ചീപ്പുമല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ് അല്ലെ. അപ്പൊ അതായത് ഒരു ടോട്ടൽ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ 10% എ ഐറ്റം എന്ന് പറയുന്നത്. ബി ഐറ്റത്തിലേക്ക് വരുമ്പോൾ അത് എത്ര ശതമാനമായി? 20% ആയി അല്ലെ. ഇപ്പൊ മൊത്തം എത്ര ശതമാനമായി? നിങ്ങളൊന്ന് പറഞ്ഞേ. ആ ടോട്ടൽ ഐറ്റംസിലെ എ ഐറ്റംസും ബി ഐറ്റംസും കൂടി എത്ര ശതമാനം വന്നു? ആ ടോട്ടൽ ഐറ്റത്തിന് എത്ര പെർസെന്റേജ് വന്നു? വെരി ഗുഡ്, 30% വന്നു അല്ലെ. ആ ഒരു കണക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവില്ല കേട്ടോ. അപ്പൊ മൊത്തം 30% വന്നു. എത്ര പെർസെന്റേജ് ബഡ്ജറ്റ് ചെലവായി? രണ്ടും വാങ്ങാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റിന്റെ എത്ര ശതമാനം ചെലവായി? എ ഐറ്റവും ബി ഐറ്റവും കൂടി വാങ്ങാൻ? വെരി ഗുഡ്, 90% അല്ലെ. ഒരെണ്ണം 70 ആയിരുന്നു, ഒരെണ്ണം 20 ആയിരുന്നു, അങ്ങനെ 90% ആയി. ഇനി സി ഐറ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അപ്പൊ പറയാലോ. ഇനി മെറ്റീരിയൽസിന് എത്ര ശതമാനം ബാക്കിയുണ്ട്? ടോട്ടൽ ഐറ്റംസില് എത്ര ശതമാനമാണ് ബാലൻസ് ഉള്ളത്? വെരി ഗുഡ്, 70% അല്ലെ. അപ്പൊ ഈ 70% ഏതായിരിക്കും? സി ഐറ്റംസ് ആയിരിക്കും. Then these items are comparatively cheaper in cost ആണ്. എന്താ? കമ്പാരിറ്റീവ്ലി മറ്റ് ഐറ്റംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ താരതമ്യം ചെയ്യുമ്പോൾ ഈ സി ഐറ്റംസ് എന്ന് പറയുന്നത് വളരെ ചീപ്പർ ഐറ്റംസ് ആണ് അല്ലെ. ചിലവ് വളരെ കുറഞ്ഞ ഐറ്റംസ് ആണ്. represents 70% of the total quantity of the inventories. ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഐറ്റംസിന്റെ 70%
ഈ സി ഐറ്റംസ് ആയിരിക്കും. 70% ഈ സി ഐറ്റംസ് ആയിരിക്കും. കാരണം എന്താ, അവിടെ അതിനധികം ചീപ്പർ റേറ്റ് ആണ്, നമുക്ക് അധികം തുക ചിലവാക്കി വാങ്ങേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 70% ഈ ഐറ്റംസ് വാങ്ങാനായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് കൊണ്ട് പറ്റുന്നത് അല്ലെ. എത്ര ശതമാനം ബഡ്ജറ്റ് ഈ ഒരു 70% ഈ സി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി നമുക്ക് ചെലവാകുന്നുണ്ട്? 10% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻവെന്ററീസ്. അപ്പൊ കണക്ക് ശരിയായോ? ശരിയായോ കണക്ക്? ശരിയായോ? നോക്കിയേ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, 3 ഐറ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു സാധനങ്ങൾ അല്ലെ. എ ഐറ്റം എന്ന് പറയുമ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസ് ആണ്, വളരെ ചില വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ടോട്ടൽ ഐറ്റംസ് അല്ലെ, മൊത്തം ഒരു 100% ഐറ്റം ഉണ്ടെങ്കിൽ അതിന്റെ 10% മാത്രമേ എ ഐറ്റംസ് വരുന്നുള്ളൂ. 20% ഏതാ വരുന്നത്? 20% ഏതാ വരുന്നേ? ഏത് ഐറ്റംസ് ആ വരുന്നത്? ബി ഐറ്റംസ് ആണ് അല്ലെ. അത് കോസ്റ്റ്ലിയും അല്ല എന്നാൽ ചീപ്പറും അല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്നതാണ്. ഇനി അതിന് 70% വരുന്നത് ഏത് ഐറ്റം ആയിരിക്കും? 70% വരുന്ന സി ഐറ്റംസ് ആയിരിക്കും. കാരണം എന്താ, വളരെ ചീപ്പർ ഇൻ കോസ്റ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഇനി നേരെ തിരിച്ച് നിങ്ങൾ നോക്കി, ബഡ്ജറ്റ് ഇതിന് ചെലവാകുന്ന ആ ഒരു ചിലവ് അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം ഇത് വാങ്ങാൻ വേണ്ടി നമുക്ക് ചെലവാകുന്നുണ്ട്? ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് ഏത് ഐറ്റം വാങ്ങാനാ? ഏറ്റവും കൂടുതൽ വെരി ഗുഡ്, എ ഐറ്റം വാങ്ങാൻ വേണ്ടി എത്ര ശതമാനം ചിലവാകും? എത്ര ശതമാനം ചിലവാകും? 70% ചിലവാകും. ബി ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ട് 20% ചിലവാകും അല്ലെ. സി ഐറ്റം വാങ്ങാനായിട്ട് 10% മാത്രമേ ചിലവാകുന്നുള്ളൂ. ക്ലിയർ ആണോ? ആ എ ബി സി ഐറ്റംസ് ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then next നോക്കി, അഡ്വാൻറ്റേജസ്. ഇങ്ങനെ ഒരു ABC അനാലിസിസ് നടത്തുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ് ആൻഡ് ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ. എന്താ, നമ്മൾ ഈ സ്റ്റോക്കിന് വേണ്ടി നിക്ഷേപിക്കുന്ന ആ ഒരു തുക അല്ലെ, ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പോ ഒരു സ്റ്റോക്ക്, ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരുപാട് സാധനങ്ങൾ വാങ്ങും അല്ലെ. ആ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ബഡ്ജറ്റുകൾ തയ്യാറാക്കിയിട്ടല്ലേ പോകുന്നേ, ഇത്ര രൂപയ്ക്ക് ഇത്ര സാധനങ്ങൾ വാങ്ങാം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ, എല്ലാ സാധനങ്ങളും നമുക്ക് കൃത്യമായ അളവില് ആവശ്യമായ അളവിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങൾ ഒരുപാട് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ പൈസ ഉണ്ടാവോ? പണം തികയോ? ഒരുപാട് വില കൂടിയ സാധനങ്ങൾ കൂടുതൽ എടുത്താല് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുമോ? അത്രയും തുക നമുക്ക് അപ്പൊ അവിടെ എന്താണ് കുറഞ്ഞു അല്ലെ. നമ്മൾ വില കൂടിയ സാധനങ്ങൾ ഒരു ഭാഗത്ത് കൂടുതൽ വാങ്ങുമ്പോ നമുക്ക് മറ്റു സാധനങ്ങൾ വാങ്ങാനുള്ള തുക നമ്മുടെ കയ്യിൽ കുറയല്ലേ? ആണോ? ആണോ? അല്ലേ? എന്താണ്, നിങ്ങളൊന്നും സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി സാധനങ്ങളൊന്നും വാങ്ങാറില്ലേ? ഇല്ല, എല്ലാം വീട്ടില് പാരന്റ്സ് ആണ് ചെയ്യുന്നത് അല്ലെ. എന്താണ്, നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയി, നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങാൻ പോയി, ഡ്രസ്സ് വാങ്ങിക്കഴിയുമ്പോ ചിലപ്പോ നമുക്ക് എന്താണ് വില കൂടിയ, ചിലപ്പോ നമ്മളൊരു 5 ഡ്രസ്സ് വാങ്ങാനായിരിക്കും ഉദ്ദേശിച്ചു പോവുക. 5 ഡ്രസ്സ്. അപ്പൊ അതൊരു 5 ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു 5 ഡ്രസ്സ് വാങ്ങാൻ ഉദ്ദേശിച്ചു പോയാലും നമുക്ക് അതൊരു നല്ല വില പിടിച്ചുള്ള 2 എണ്ണം വാങ്ങാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ 2 എണ്ണം വാങ്ങുമ്പോ ഈ 5 എണ്ണം വാങ്ങാനുള്ള അല്ലെങ്കിൽ 5 എണ്ണം പിന്നെ വാങ്ങാനുള്ള പൈസ അല്ലെങ്കിൽ ബാക്കിയുള്ളത് വാങ്ങാൻ നമുക്ക് കാശുണ്ടാവോ? പൈസ നമ്മുടെ അടുത്ത് ഉണ്ടാവോ? ആ വില കൂടിയ 2 എണ്ണം വാങ്ങാനേ നമ്മുടെ കയ്യിൽ കാശ് തരികയുള്ളൂ അല്ലെ. അപ്പൊ ശരിക്കും എപ്പോഴും നമ്മൾ ചെയ്യണത് എന്താ, ആ ബഡ്ജറ്റ് എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കൺട്രോൾ വേണം അല്ലെ, നിയന്ത്രണം വേണം. അത് തന്നെയാണ് ഈ ABC അനാലിസിസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്റ്റോക്ക് നല്ല കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം, ഈ ഐറ്റംസിന്റെ വില എന്താണ്, അതിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതെന്ത് ചെയ്യുക, ആ നിക്ഷേപിക്കുന്ന തുക കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിനിയോഗിക്കാൻ കഴിയണം അല്ലെ. നമുക്കാണെങ്കിലും ആ ഫണ്ട് എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട് അത് കൃത്യമായിട്ട് ഓരോ ഐറ്റംസിനും ആവശ്യം
ആവശ്യമായ ഐറ്റംസ് ആയിരിക്കണം കൂടുതൽ വാങ്ങേണ്ടത് അല്ലെ. അല്ലാതെ ഒരുപാട് വിലപിടിപ്പുള്ള ഐറ്റംസ് വാങ്ങി വെച്ചത് കൊണ്ട് നമുക്ക് ഉപകാരമില്ലെങ്കിൽ നമുക്ക് ആ ഒരു പണം അവിടെ നഷ്ടമാകുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെയും പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ് അല്ലെ. അതിൽ നിക്ഷേപിക്കുന്ന ആ ഒരു തുക അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ, ആ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നിയന്ത്രിക്കണം അല്ലെ. നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ABC അനാലിസിസ് വഴി സാധിക്കുന്നു. ആൻഡ് ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ. അതുപോലെ ഈ പണം അല്ലെ, ഏറ്റവും മികച്ച രീതിയിൽ ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ പണം നമുക്ക് മികച്ച രീതിയിൽ ഇങ്ങനെ ABC എന്ന ഗ്രൂപ്പുകളായിട്ട് ഈ ഐറ്റംസിനെ തിരിക്കുന്നത് കൊണ്ട് മികച്ച രീതിയിൽ ആ ഫണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. രണ്ടാമതായി പറയുന്നത് സയന്റിഫിക് ആൻഡ് സെലക്ടീവ് കൺട്രോൾ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. എന്താ, ഒരുപാട് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓവർ ആയിട്ട് സ്റ്റോക്ക് വരിക അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് വരുന്നതിനൊക്കെ നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ഓവർ സ്റ്റോക്കിംഗ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടുക, നമ്മുടെ ബഡ്ജറ്റുകൾ അപ്പൊ എന്ത് ചെയ്യും, മാറും അല്ലെ. നമുക്ക് ഒരുപാട് ചിലവ് വരും. അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ABC അനാലിസിസ് ആയിട്ട് ശാസ്ത്രീയമായിട്ടും വളരെ സെലക്റ്റീവ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൺട്രോൾ ആണ് ഈ ABC അനാലിസിസ് എന്ന് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. എന്നാൽ കൂടി ഇതെന്ന് പറയുന്നത് ഓവർ സ്റ്റോക്കിംഗ് വരാതെ തടയാം, എന്നാൽ കൂടി അവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ നിലനിർത്തുന്നില്ലേ. ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ശരിയായ രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്താനായിട്ടും ഈ ഒരു ABC അനാലിസിസ് വഴി സാധിക്കും. 3 അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞത് ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻവെന്ററി നിലനിർത്താനായിട്ട്, അത് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഒരുപാട് തുക അതിന് വേണ്ടി നിക്ഷേപിക്കുന്നുണ്ട് അല്ലെ. ആ നിക്ഷേപിക്കുന്ന തുകയെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇതുവഴി സാധിക്കും. രണ്ടാമതായി പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾ ABC ഐറ്റംസ് ആയിട്ട് തിരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്നത് വഴി എന്താണ് സഹായിക്കുന്നത്, ആ ഫണ്ട് അല്ലെ, ആ തുക കൃത്യമായിട്ട് നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി പറഞ്ഞത് ഇപ്പൊ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ, ഒരുപാട് ഓവർ സ്റ്റോക്കിംഗ് വരുന്നതിനെ നമുക്ക് ഇതുവഴി തടയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ആണ് ഈ ABC അനാലിസിസ് എന്ന് പറയുന്നത്. അതിലൂടെ ഒരു ഓവർ സ്റ്റോക്കിംഗ് തടയാനും എന്നാൽ ശരിയായ അളവിലുള്ള സ്റ്റോക്ക് അവിടെ നിലനിർത്താനും നമുക്ക് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അഡ്വാൻറ്റേജസ് ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ABC അനാലിസിസ് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. A ഐറ്റംസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, B ഐറ്റംസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, C ഐറ്റംസിൽ എങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഉൾപ്പെടുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറില്ല. ആ ഓരോ ഐറ്റംസിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ. ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ളവയാണെങ്കിൽ A ഐറ്റംസിൽ ഉൾപ്പെടും. അതിന് ഒരു മീഡിയം അല്ലെ, രണ്ടിനും ഇടയിലായിട്ട് കോസ്റ്റ്ലിയും അല്ല ചീപ്പറും അല്ല എങ്കിൽ അത് B ഐറ്റംസിൽ ഉൾപ്പെടുന്നു. C ഐറ്റംസ് ആകുമ്പോൾ ഒരു എന്താ, ചീപ്പർ ഇൻ കോസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അത് അങ്ങനെ ചോദിച്ചിട്ടില്ലേ? മൂന്നും ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഇനി ഇങ്ങനെ പറയുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ. ഒരു സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറിയിൽ പ്രധാന ജോലികൾ എന്തൊക്കെയാണ് നോക്കി. ഫസ്റ്റ് വൺ ആണ് കീപ് receipts, records and withdrawals of the stock room. ഇനി എന്താ, ഇപ്പൊ ഒരു സ്റ്റോർ അല്ലെ, സ്റ്റോർ കീപ്പർ എന്ന് പറയുമ്പോൾ സ്റ്റോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ആ സ്റ്റോറിലേക്ക് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ടാവും അല്ലെ. ആ ഒരു ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ അതാത് യൂണിറ്റുകളിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെസീപ്റ്റുകൾ ഇവർക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. രണ്ടാമതായിട്ട് ഒരുപാട് റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ആൻഡ് വിഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം, എന്താ, നമ്മൾ അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർ അഭ്യർത്ഥിക്കുന്നത് പ്രകാരം സാധനങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടതായിരിക്കും, മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് വിഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. സ്റ്റോർ കീപ്പറിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്,
സാധനങ്ങൾ വരുമ്പോഴും ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴും കിട്ടുന്ന റെസീപ്റ്റുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും നല്ല രീതിയിൽ സൂക്ഷിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് വിഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം. ഈ സ്റ്റോക്ക് റൂമിൽ നിന്ന് അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ സ്റ്റോർ കീപ്പർ ഇവിടെ സൂക്ഷിച്ചിരിക്കണം. രണ്ടാമതായി പറയുന്നത് റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. ഈ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഓർഡർ കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ സ്റ്റോറിലേക്ക് വരും അല്ലെ, ആ വരുന്ന സാധനങ്ങൾ റിസീവ് ചെയ്യണം, സ്വീകരിക്കണം, അത് അൺലോഡ് ചെയ്യണം, അതുപോലെ അതാത് ഷെൽഫുകളിൽ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കുകയും വേണം. മൂന്നാമതായിട്ട് ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ്. സ്റ്റോക്കുമായി ബന്ധപ്പെട്ട മറ്റു ജോലികൾ എന്തൊക്കെയാണ്? ദാറ്റ് ഇൻക്ലൂഡ് റിട്ടേൺ. വരുന്ന സാധനങ്ങൾ ചിലപ്പോ പലതും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സാധനമായിരിക്കില്ല വരുന്നത് അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിട്ടേൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി ചില സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് വെക്കണം. പ്രൈസിങ്, ഓരോന്നിനും വില നിർണ്ണയിക്കണം. ആൻഡ് ലേബലിംഗ് ആൻഡ് സപ്ലൈസ്. സാധനങ്ങൾ ലേബൽ ചെയ്ത് അതാത് സ്ഥലങ്ങളിലേക്ക് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് സപ്ലൈ ചെയ്യുക. ഫോർത്ത് പോയിന്റ് നോക്കിയേ, അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ ഡിസ്ക്രിപ്പൻസീസ് ആൻഡ് റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ടിംഗ് ഫോർ റീഎംബേഴ്സ്മെന്റ്സ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. ഇനി എന്താ, നമുക്ക് ഈ സാധനം ഡെലിവർ ചെയ്ത് വരുമ്പോ ചിലപ്പോ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടാവാം അല്ലെ, അതുപോലെ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ, ചില പൊരുത്തക്കേടുകൾ ഉണ്ടാവും അല്ലെ. നമ്മളാണെങ്കിലും ഓൺലൈനിൽ ചില സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഡാമേജുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച സാധനമായിരിക്കില്ല ചിലപ്പോ വരുന്നത്, ചിലപ്പോൾ കളറിലെ വ്യത്യാസം ഉണ്ടാവും, ക്വാളിറ്റിയിലെ വ്യത്യാസം അല്ലെ, അവിടെ ഒരു പൊരുത്തക്കേട് വരാറില്ലേ ചില സന്ദർഭങ്ങളില്. അങ്ങനെയുള്ള ഒരു കേസിൽ ഇവിടെയും അത് വരാം അല്ലെ. വരുന്ന ഇവര് ഓർഡർ കൊടുത്ത് ഇവര് കണ്ടു വാങ്ങി വരാമല്ലോ, ഓർഡർ കൊടുത്ത് വരുന്ന ഡെലിവറി വന്നു കഴിയുമ്പോഴാണ് അവരത് നോക്കുന്നത്. അപ്പൊ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡാമേജുകളോ ഇങ്ങനെയുള്ള എന്തെങ്കിലും പൊരുത്തക്കേടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ നൽകുക. എന്തിനു വേണ്ടി അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുന്നത്? ഫോർ റീഇംബേഴ്സ്മെന്റ്സ്. നമുക്ക് നഷ്ടമായ തുക തിരികെ ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. ഇനി എന്താ റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സ്റ്റോറിലേക്ക് പലതരത്തിലുള്ള സാധനങ്ങളാണ് വരുന്നത് അല്ലെ. അപ്പൊ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയോ? നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ എങ്ങനെയാ നമ്മൾ ചെയ്യാറ്? പലതരത്തിലുള്ള സാധനങ്ങളാണെങ്കിൽ അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് അല്ലെ, ഓരോന്നും വ്യത്യസ്ത സാധനങ്ങളായിരിക്കും, അത് ഓരോന്നും തരം തിരിച്ച് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. അതാണ് റൊട്ടേറ്റ് സ്റ്റോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുന്ന പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും, അതെല്ലാം തരം തിരിച്ച് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അൺകോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. എന്താ, വന്നിരിക്കുന്ന സ്റ്റോറിൽ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത ചില സാധനങ്ങൾ ചിലപ്പോ എന്തെങ്കിലും ഡാമേജുകൾ വരാം, ചിലപ്പോ എന്തെങ്കിലും പൊട്ടിപ്പോവുകയോ പൊടിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ സ്റ്റോറിൽ നിന്നത് റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, എൻഷുർ ആഡിക്വേറ്റ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് മാനേജ് ഓൾ ഡോക്യുമെന്റേഷൻ ടു കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവൽസ് ആൻഡ് കീപ് ഇൻവെന്ററി കൺട്രോൾ. ഇനി എന്താ, എല്ലാ തരത്തിലുമുള്ള റെക്കോർഡുകൾ അല്ലെ, ഒരു റെക്കോർഡ് മാത്രമല്ല, ഒരു സ്റ്റോറുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് മാനേജ് ഓൾ ഡോക്യുമെന്റേഷൻ ടു കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവൽ. ശരിയായ സ്റ്റോക്ക് ലെവൽ ആ ഒരു സ്റ്റോറിൽ നിലനിർത്തുന്നുണ്ടോ? അതുപോലെ ഇൻവെന്ററി കൺട്രോൾസ്, ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും ഡോക്യുമെന്റുകളും
കൃത്യമായിട്ട് അവിടെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ലാസ്റ്റ് വരുന്നത് കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ് എന്ന് പറയുന്ന ചരക്കുകൾ അല്ലെങ്കിൽ സ്റ്റോക്കിലേക്ക് സ്റ്റോർ റൂമിലേക്ക് വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫ്രൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the movement of equipment എന്താണ്? ആ ഉപകരണങ്ങൾ ചിലപ്പോൾ വരുന്ന എക്യുപ്മെന്റ്സ് ഈ സ്റ്റോറിൽ നിന്ന് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ചിലപ്പോൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് ദ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഈ ഒരു സ്റ്റോറിൽ നിന്ന് ചിലപ്പോൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നിന്ന് അവിടേക്ക് എന്ത് ചെയ്യും? അത് ഷിഫ്റ്റ് ചെയ്യും. ദ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നെസസറി മൈനർ റിപ്പയർസ്. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള റിപ്പയറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സൗകര്യമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഒരുക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്. വരുന്ന ചരക്കുകളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. അതുപോലെ വരുന്ന ഓരോ ഉപകരണങ്ങളും ആ യൂസർ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് എന്ത് ചെയ്യണം? അതിന്റെ ആ ഒരു മൂവ്മെന്റ് ഇവിടെ നിന്ന് സ്റ്റോറിൽ നിന്ന് അവരുടെ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. മൂന്നാമതായി പറഞ്ഞത് നെസസറി മൈനർ റിപ്പയർസ്. ചെറിയ രീതിയിലുള്ള റിപ്പയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകേണ്ടതും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? സ്റ്റോർ കീപ്പറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു സ്റ്റോർ കീപ്പർ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്താ? ആ ഒരു സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങളാണെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട റെസീപ്റ്റുകള്, അതുപോലെ റെക്കോർഡുകള്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് സാധനങ്ങൾ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തൊക്കെയാണ് സ്റ്റോക്കാണ് കൊണ്ടുപോകുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കൊണ്ടുപോകുന്നത് എന്നുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് എല്ലാ റെസീപ്റ്റും റെക്കോർഡും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സൂക്ഷിക്കുക. രണ്ടാമത് പറയുന്നത് ആ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ, പർച്ചേസ് ചെയ്ത് വരുന്ന സാധനങ്ങൾ റിസീവ് ചെയ്യുക, എന്താണ് സ്വീകരിക്കുക, അത് അൺലോഡ് ചെയ്യുക, ഷെൽഫുകളിൽ അതാത് ഷെൽഫുകളിലാക്കി സൂക്ഷിക്കുകയും ചെയ്യുക. മൂന്നാമതായി പറയുന്നത് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട മറ്റു ജോലികളാണ്. വന്നിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ, നമുക്ക് താല്പര്യമില്ല, നമുക്ക് ചിലപ്പോ നമ്മൾ പറഞ്ഞ സാധനമല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യുക. ദെൻ പാക്ക് ചെയ്യേണ്ടത് പാക്ക് ചെയ്യുക, പ്രൈസിംഗ് നടത്തുക, വില നിർണ്ണയിക്കുക, ലേബൽ ചെയ്യുക, അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യുക. ദെൻ നാലാമതായി പറയുന്ന ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾ, ഡെലിവറി ചെയ്ത് വരുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ, നമ്മുടെ ക്വാളിറ്റിയിൽ ചില വ്യത്യാസം ഉണ്ടാവാം, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെ, ബ്രാൻഡിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ചില പൊരുത്തക്കേടുകളോ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ അത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും നമുക്ക് നഷ്ടമായ തുക തിരികെ ലഭിക്കാനുള്ള കാര്യങ്ങൾ ഉടനടി ചെയ്യുകയും ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക. ഫിഫ്ത് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? റൊട്ടേറ്റ് സ്റ്റോക്ക്. പലതരത്തിലുള്ള സാധനങ്ങളാണ് ആ സ്റ്റോറിലേക്ക് വരുന്നതെല്ലാം തരം തിരിച്ച് സൂക്ഷിക്കുകയും, അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ആ സ്റ്റോക്കിൽ നമ്മൾ സൂക്ഷിച്ച് ഇരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോവാം, പൊടിഞ്ഞു പോവാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരാം, അല്ലെ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന സാധനങ്ങൾ ആ ഒരു സ്റ്റോറിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ആ സ്റ്റോറുമായി ബന്ധപ്പെട്ട് കൃത്യമായ ശരിയായ സ്റ്റോക്ക് ലെവൽ നിയന്ത്രിക്കുന്നുണ്ടോ, ശരിയായ ഒരു ഇൻവെന്ററി കൺട്രോൾ അവർ ചെയ്യുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് ആ സ്റ്റോറിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ സ്റ്റോർ കീപ്പറുടെ ജോലിയാണ്. ലാസ്റ്റ് പറഞ്ഞത് എന്താ? ആ ഒരു സ്റ്റോറുമായി ബന്ധപ്പെട്ട് വരുന്ന ചരക്കുകളാവാം, അല്ലെ, സ്റ്റോക്കുകളാവാം, അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്. ഈ എക്യുപ്മെന്റ്സുകൾ ചിലപ്പോ ആ സ്റ്റോറിൽ നിന്ന് അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായി വരുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ആ നെസസറി മൈനർ റിപ്പയർസ്, ചെറിയ രീതിയിലുള്ള ചിലപ്പോൾ റിപ്പയർസുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ട് വരാം. ഇതെല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതും കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഒരു സ്റ്റോർ കീപ്പറുടെ ജോലിയാണ്. ക്ലിയർ ആണോ? ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പർ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് pilferages and wastages in hospital. എന്താ? ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ പല രീതിയിലുള്ള പിൽഫറേജ്, അല്ലെ, പല രീതിയിലുള്ള മോഷണങ്ങളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള വേസ്റ്റേജ് വരാം, അല്ലെ. ഒരുപാട് സാധനങ്ങളൊക്കെ ചിലപ്പോ ഒരുപാട് വേസ്റ്റ് ഒക്കെ കളയാം. എന്തുകൊണ്ടായിരിക്കും? അതിന്റെ കാരണങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നോക്കി, ഫസ്റ്റ് വൺ ആണ്
കോസസ് എന്തൊക്കെയാ? എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. എന്തായിരിക്കും അതൊക്കെ ഉദ്ദേശിക്കുന്നത്? ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഇപ്പൊ നമ്മുടെ ലൈഫ് ആൻഡ് ഡെത്ത്, നമ്മുടെ ജീവിതവും മരണവും ഉൾപ്പെടുന്ന, അല്ലെ, ലൈഫ് ആൻഡ് ഡെത്ത് അല്ലെങ്കിൽ ജീവിതവും മരണവും ഉൾപ്പെടുന്ന തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ. നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചു അല്ലെ? അപ്പൊ അവിടെ എന്താണ് ഒരു ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോ അവിടെ എന്തെങ്കിലും ഒരു ലൈഫ് ആൻഡ് ഡെത്ത് ഉണ്ടോ? അല്ലേ? നമ്മുടെ ജീവിതവും മരണത്തിനും ഇടയിലുള്ളൊരു ഒരു അടിയന്തര സാഹചര്യം അല്ലേ അത്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു, ഒരു ഡിസാസ്റ്റർ വന്നു, എന്തുമായിക്കോട്ടെ, പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്നു കഴിയുമ്പോ ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റൽ എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഒരു ഡിസാസ്റ്റർ വന്നു, നമ്മൾ ആ അടുത്തുള്ള ഹോസ്പിറ്റലിനെ ആയിരിക്കും പെട്ടെന്ന് സമീപിക്കുക അല്ലെ? അപ്പൊ അവർക്ക് ഒരുപാട് എമർജൻസി അല്ലെങ്കിൽ അടിയന്തര സഹായം ആ വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? ആ ഹോസ്പിറ്റലിന് വരുമോ? ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? ഒത്തിരി പേര് നമുക്ക് ആ ഒരു ഡിസാസ്റ്ററിൽ ഉൾപ്പെട്ടവരുണ്ടാവാം. അവരുടെ ആ ഒരു ജീവിത മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത് അല്ലെ? അവരെ മാക്സിമം അവരെ ആ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മരണത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിയന്തര സഹായങ്ങൾ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഹെൽപ്പ് കൊടുക്കേണ്ടതായിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നേക്കാം. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരുപാട് ആളുകള് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് ചിലപ്പോൾ പല ആളുകളും അതിൽ ഉൾപ്പെടാം അല്ലെ? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, മെഡിക്കൽ കെയറുകൾ കൊടുക്കാനൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ അതിൽ ഉൾപ്പെടും. അങ്ങനെയുള്ള സമയത്ത് അപ്പൊ അവർക്ക് എന്താണ് സ്വാഭാവികമായിട്ടും അവർക്ക് ടെൻഷൻ കൂടാം അല്ലേ? അപ്പൊ ഇവിടെ ഒരുപാട് സാധനങ്ങളുടെ വേസ്റ്റേജ് വരുമോ? ആ ഹോസ്പിറ്റലിലുള്ള മെറ്റീരിയൽസിന്റെ ഒരുപാട് സാധനങ്ങളുടെ വേസ്റ്റേജ് വരും. കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചിലവര് അമ്മമാരായിരിക്കുമല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു ധൃതി പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് വരില്ലേ? ഇല്ലേ? നമ്മൾ ഒരുപാട് ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് വരും അല്ലെ? കാരണം എന്താ? നമ്മളത് സൂക്ഷിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ? ഇവിടെയും അതുപോലെ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്കും പെട്ടെന്ന് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യും അല്ലെ? വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റേജസും അതുപോലെ ഇങ്ങനെ ഒരുപാട് പേര് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരെയും നല്ല രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? എല്ലാവരെയും നമുക്ക് ശരിയായി ശ്രദ്ധിക്കാൻ പറ്റുമോ? എല്ലാ രീതിയിലും നല്ല സെക്യൂരിറ്റി ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് പല മോഷണങ്ങൾ നടക്കാം അല്ലെ? നടക്കാമോ? ഈ രണ്ട് കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷനുമായി ബേസ് ചെയ്ത് വരാൻ സാധ്യതയുള്ളതല്ലേ? ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം വരുന്ന സമയത്ത് അത് എന്തൊക്കെ ഉൾപ്പെടുന്ന ഒരു ജീവിതവും മരണവും ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിയന്തര സാഹചര്യം വരുന്ന സമയത്ത് അവിടെ ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ചിലപ്പോ ഒരുപാട് സാധനങ്ങൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ നല്ല കെയർ കൊടുക്കാനായിട്ട് ഒരുപാട് ഇപ്പൊ കോട്ടൺ ആവാം, മെഡിസിൻസ് ആവാം, നീഡിൽസ് ആവാം അല്ലെ? ഇതൊക്കെ ഒരുപാട് ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും? പെട്ടെന്ന് ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ ചിലപ്പോ വേസ്റ്റ് ആയി പോവാം. അത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറവില് ചിലപ്പോ മോഷണങ്ങൾ സംഭവിച്ചേക്കാം. ക്ലിയർ ആണോ? അത് ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. Then second step, second course, urgent attention to patient that involves swift use of materials. ഇനി ഒരു പേഷ്യന്റിന് അർജന്റ് അറ്റൻഷൻ, ഇനി അവർക്ക് ഒരു അടിയന്തര ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഒരു മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് നടന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആവും. നമുക്ക് പെട്ടെന്ന് അവർക്ക് അടിയന്തരമായിട്ടുള്ളൊരു അർജന്റ് അറ്റൻഷൻ, ഒരു അടിയന്തര ശ്രദ്ധ ചിലപ്പോൾ ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ അവിടെയുള്ള പെട്ടെന്നുള്ള സാധനങ്ങളുടെ ഉപയോഗം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ? അപ്പൊ ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ആ വ്യക്തിക്ക് നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ, പെട്ടെന്ന് നമുക്കൊരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോ അവർക്ക് നമുക്ക് തൃപ്തി കൂടും അല്ലെ? നമുക്ക് അവർക്ക് പെട്ടെന്ന് കൊടുക്കണമല്ലോ, അവർക്ക് സിറ്റുവേഷൻ ഡേഞ്ചർ ആണല്ലോ എന്ന് വിചാരിച്ച് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യും? ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കും
അല്ലെ? ചിലപ്പോ ഒരു നീഡിൽ എടുത്ത് ചിലപ്പോ അത് തന്നെ ചിലപ്പോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പൊ കോട്ടൺ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും മെഡിസിൻ ആയിക്കോട്ടെ, ചിലപ്പോ ഓൾറെഡി ഒരെണ്ണം ചിലപ്പോ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ അവർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോ അത് മറന്നു പോവാം, ധൃതിയില് അല്ലെ, സഡൻ പെട്ടെന്നുള്ള ആവശ്യമാണത്. അപ്പൊ പെട്ടെന്ന് അവർ ചെയ്യുമ്പോൾ ചിലപ്പോ പല കാര്യങ്ങളും എന്ത് ചെയ്യാം, മാറിപ്പോവാം അല്ലെ. ചിലപ്പോ ഒരു മെഡിസിൻ പൊട്ടിച്ച് വെച്ചിട്ട് ചിലപ്പോ അത് എന്ത് ചെയ്യും, അവരത് മറന്നു പോയിട്ടുണ്ടാവും, അത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ബാക്കി ഇരിപ്പുണ്ടാവും, അത് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ അടുത്തത് എടുക്കും അല്ലെ. അപ്പൊ ധൃതിയിൽ അങ്ങനെ ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു അടിയന്തര ശ്രദ്ധ ഒരു പേഷ്യന്റിന് ചിലപ്പോൾ പല സിറ്റുവേഷനിൽ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോ അവിടെ എന്താണ്, ആ പെട്ടെന്ന് മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത്, അങ്ങനെ ധൃതി കൂടുന്ന സമയത്ത് നമുക്ക് വേസ്റ്റേജസും ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ, ആദ്യത്തെ രണ്ടും നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലേ? ആദ്യത്തെ ആ രണ്ടെണ്ണം ക്ലിയർ ആണോ? Okay. Then third one നോക്കി, exposure of stock continuously to lower level personnel. ഇനി എന്താ, താഴത്തെ അല്ലെ ലോവർ ലെവൽ പേഴ്സണൽസ് അല്ലെ, ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാര് അല്ലെ. ആരായിരിക്കും താഴെത്തട്ടിലുള്ള ജീവനക്കാർ? ആരൊക്കെയാ? ഒരു ഹോസ്പിറ്റലെ സംബന്ധിച്ച് ആരൊക്കെ വരാം? ലോവർ ലെവൽ പേഴ്സണൽസ് ആരാ വരാം? ഒന്ന് പറയാമോ? സ്വീപ്പേഴ്സ് അല്ലെ, ക്ലീനിങ് സ്റ്റാഫുകൾ വരാം, പിന്നെ അറ്റൻഡേഴ്സ് വരാം അല്ലെ, പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് വരാം അല്ലെ, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ആളുകൾ വരാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ സ്റ്റോക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ക്ലീൻ ചെയ്യാനായിട്ടുള്ള കോട്ടൺസ് ഉണ്ടാവും അല്ലെ, ലിനൻസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ലിക്വിഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ അമിതമായിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അതിലൂടെയും ഒരുപാട് വേസ്റ്റേജ് വരില്ലേ, ഒരുപാട് വേസ്റ്റേജ് വരില്ലേ? അതാണ് ഇവിടെ എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽസ്. ലോവർ ലെവൽ പേഴ്സണൽസ് അതായത് ക്ലീനിങ് സ്റ്റാഫ് ആവാം, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാവാം, അറ്റൻഡേഴ്സ് ആവാം, വോളണ്ടിയേഴ്സ് ആവാം, പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആവാം, ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അല്ലെ. അവരൊക്കെ താഴത്തെ തട്ടിലുള്ള താഴെ നിലയിലുള്ള ജീവനക്കാരാണ് ആ ഹോസ്പിറ്റലിൽ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് അമിതമായി എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നത് വഴിയും നമുക്ക് ഇവിടെ വേസ്റ്റേജസ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? ആ നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി, ഒരു ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കില്ല അവിടെ നടക്കുന്നത്. അവര് നല്ലൊരു ചിട്ടയായ രീതിയിലാണെങ്കിൽ അവർ ആവശ്യമുള്ള അളവ് മാത്രം സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുള്ളൂ അല്ലെ. അതേസമയം അവർക്ക് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ അവർ അമിതമായിട്ട് എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് വേസ്റ്റേജസ് വരാൻ സാധ്യതയില്ലേ? ഒരുപാട് വേസ്റ്റ് വരില്ലേ? Okay. Then next നോക്കി, too many autonomous units. എന്താ, വളരെയധികം സ്വയംഭരണ യൂണിറ്റുകൾ, അല്ലെങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു യൂണിറ്റിന്റെ കീഴിൽ തന്നെ ഒത്തിരി എന്താ ഒരുപാട് യൂണിറ്റുകൾ വരിക. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ യൂണിറ്റ് ആണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ആ ഒരു യൂണിറ്റിൽ നിന്നാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു യൂണിറ്റിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലെ. അപ്പൊ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് റെക്കോർഡും കാര്യങ്ങളും നമുക്ക് നന്നായി കീപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം ആ ഒരു യൂണിറ്റിന് കീഴിൽ ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകൾ വരുമ്പോ എന്താ പ്രശ്നം, എല്ലാ യൂണിറ്റുകളെയും നമുക്ക് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ മോഷണം പോയാലോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഇതിന്റെ അടുത്ത് മാറ്റിയാലോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? ശരിയായി നമുക്ക് എന്താണ്, ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. ഒറ്റ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ശരിയാണ്, കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നോക്കി നിലനിർത്താം. അതേസമയം അതിന് കീഴിൽ ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകളിൽ നിന്നാണ് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതുമെങ്കിൽ ഇത്രയും ചെറിയ ചെറിയ യൂണിറ്റുകളെ മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോ ഇവിടെ മതിയായ സ്റ്റാഫ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള നിയന്ത്രണം നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ സമയത്ത് അവിടെ നിന്ന് വേസ്റ്റേജസ് അല്ലെങ്കിൽ ഒരുപാട് ചിലപ്പോൾ അവർ ഉപയോഗിച്ചേക്കാം, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കുറച്ച് കുറച്ചായിട്ടാണെങ്കിലും മോഷണങ്ങൾ പോവാനുള്ള സാധ്യതയില്ലേ? ഉണ്ടോ? എന്താണ്, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കി, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് കേട്ടോ. അവിടെ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണേ.
more departments in comprehensive administration. ഇനി എന്താ, ഒരുപാട് ആ ഒരു സമഗ്രമായ ഭരണത്തില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടപെടൽ നടത്തുക. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരേ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വന്നാൽ അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ അതാത് ഡിപ്പാർട്ട്മെന്റുകളും നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടക്കുമല്ലോ. ആ പല പ്രവർത്തനങ്ങളിലും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് ഇടപെടാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാത് ഡിപ്പാർട്ട്മെന്റുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരുമിച്ച് ഇടപെടുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൺട്രോൾ ശരിയായ രീതിയിൽ നിലനിർത്താൻ സാധിക്കില്ല. അപ്പോഴും ഈ പറഞ്ഞ വേസ്റ്റേജസും അതുപോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരുപാട് ആളുകളും ഉൾപ്പെടുന്നുണ്ട് അവിടെ അല്ലെ. ആ സമയത്തും ചെറിയ ചെറിയ മോഷണങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, സംഭവിക്കാൻ പറ്റും. നോ ജോബ് സ്പെസിഫിക്കേഷൻ. ഇനി എന്താ, ജോബ് അവരുടെ ജോലി എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലുള്ള സ്റ്റാഫുകൾക്ക് അവരുടേതായ ജോലി എന്താന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്ത് കൊടുത്തിട്ടില്ല, അസൈൻ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ജോലിയാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് കൊടുക്കാത്തതിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു ജോലി കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാ, നമ്മളോട് ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലി മാത്രം ചെയ്താൽ മതി അല്ലെ. അത് കൃത്യമായിട്ട് വളരെ നന്നായിട്ട് ചെയ്താൽ മതി. അതേസമയം എല്ലാവരോടും അങ്ങനെ ചെയ്യാൻ പറയാണ്, അല്ലാതെ ഒരാൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ജോലി കൊടുക്കുന്നില്ല എങ്കിൽ എല്ലാവരും കൂടി അവർക്ക് തോന്നിയ പോലെ ആയിരിക്കും അവിടെ ജോലി ചെയ്യുക അല്ലെ. അവർക്ക് ചിലപ്പോൾ തോന്നാണ് അത് ചെയ്യാം, അപ്പൊ അവിടെ പോയി ചെയ്യും, ഇപ്പുറത്ത് ചെയ്യാം, ഇത് പോയി ചെയ്യും അല്ലെ. ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് കുറെ രീതിയിലുള്ള വേസ്റ്റേജസ് കാര്യങ്ങളൊക്കെ വരാം. Then holding of large stock of material for each unit. ഓരോ യൂണിറ്റിനും വളരെ കൂടുതൽ സ്റ്റോക്ക്, എന്താ ഒരുപാട് ലാർജ് സ്റ്റോക്ക്, അവർക്ക് ആവശ്യമായ അളവിൽ മാത്രമല്ല അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് നൽകുന്നു. എന്തായിരിക്കും അങ്ങനെ ഒരു കൂടുതൽ സ്റ്റോക്ക് നൽകിയാൽ പ്രശ്നം എന്തായിരിക്കും? അങ്ങനെ കൂടുതൽ സ്റ്റോക്ക് നൽകിയാൽ പ്രശ്നം എന്താ? ഓരോ വിഭാഗത്തിനും കൂടുതൽ സ്റ്റോക്ക് നൽകുന്നു, എന്താണ് അതിന്റെ പ്രശ്നം? വേസ്റ്റേജ് വരാം അല്ലെ. നമുക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത്രയും കൂടുതൽ ഉണ്ടല്ലോ, അപ്പൊ പെട്ടെന്നൊന്നും തീർന്നു പോകില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഉപയോഗിക്കും അല്ലെ, കൂടുതലെടുത്ത് ഉപയോഗിക്കും. അതേസമയം കൃത്യമായിട്ട് അളവിലാണെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ അല്ലെ. ഒരുപാട് സാധനങ്ങൾ കൂടുതൽ ഇരിക്കുന്നത് കണ്ടാലോ നമ്മൾ ലാവിഷായിട്ട് അത് ഉപയോഗിക്കും അല്ലെ. അതുപോലെ തന്നെ ഇനി ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടാല് അവിടുത്തെ ജോലിക്കാർക്ക് ചിലപ്പോൾ എന്ത് തോന്നാം, ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലെ, അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തുകൊണ്ട് പോയാലും ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്ന് മോഷണവും വരാൻ പാടില്ലേ, മോഷ്ടിച്ചു കൊണ്ടുപോകാനും പറ്റില്ലേ സ്റ്റാഫുകൾക്ക്? പറ്റുമോ? ഓക്കെ. Then next ആണ് far too many visitors around the clock. എന്താ ആ ഒരു 24 hours-നുള്ളിൽ എന്താണ് നമ്മൾ ആ ഒരു ഡേ ടൈമിൽ ഒരുപാട് വിസിറ്റേഴ്സ് സന്ദർശകര് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്ന സന്ദർശകരാണ് അല്ലെ. അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും നമുക്കറിയില്ല അല്ലെ. അപ്പൊ അവര് ഒരുപാട് പേര് ഇങ്ങനെ വരുന്നത് സമയത്ത് അങ്ങനെയുള്ള ഒരുപാട് സന്ദർശകർ വന്നാൽ എന്താ പ്രശ്നം? നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാതെ വരും അല്ലെ. നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോ എന്താ പ്രശ്നം? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ ആ വിസിറ്റേഴ്സ് ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഒന്നും തോന്നുന്നില്ല അല്ലെ. കളവ് നടക്കാനുള്ള സാധ്യത കൂടുതലല്ലേ അല്ലെ. അവരിവിടെ സന്ദർശകരായിട്ട് വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ പേര് പറഞ്ഞായിരിക്കാം. പക്ഷെ അവരതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ, നമുക്ക് പ്രോപ്പർ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മോഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ്? No proper check on staff when they leave duty. ഇനി എന്താ, ഈ സ്റ്റാഫുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ ബാഗിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ ശരിയായ രീതിയിൽ അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോ ചെക്ക് ചെയ്യാണ്ട് വിട്ടാലോ ആ സാധനങ്ങൾ കൊണ്ട് അവർ പോകും അല്ലെ. അപ്പൊ എപ്പോഴും അവരുടെ ശരിയായ രീതിയിൽ അവരെ ചെക്ക് ചെയ്യാതെ വിടുന്നു, അതുകൊണ്ടും ഒരു കാര്യമാണ് അല്ലെ. ആ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ആ ഒരു കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അവരെന്താണ്, സേഫ് ആയി അല്ലെ. അത് ആ ഒരു കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവര് ശരിയായ രീതിയിൽ അവരെന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാത്തത് കൊണ്ടും ഒരുപാട് മോഷണങ്ങൾ സംഭവിക്കാം അല്ലെ. നെക്സ്റ്റ് എന്താ, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ഇനി എന്താ, ഒരു
ഒരു സാധനത്തിന് നമ്മുടെ മാർക്കറ്റിൽ വളരെ ഷോർട്ടേജ് ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ മാർക്കറ്റിൽ ആ സാധനം നമുക്ക് വാങ്ങാനായിട്ട് വളരെ ഷോർട്ടേജ് ഉണ്ട്, കിട്ടുന്നില്ല, വാങ്ങാൻ കിട്ടുന്നില്ല എങ്കിൽ ആ ഒരു സാധനത്തിന് വില എങ്ങനെയാണ്, കുറയുമോ കൂടുമോ? ഒരു സാധനം നമുക്ക് മാർക്കറ്റിൽ അത്രയും കിട്ടാനില്ല, അപ്പൊ എന്തായിരിക്കും അതിന്റെ വില എന്ന് പറയുന്നത്? കുറയോ കൂടോ? കൂടും അല്ലെ, വളരെ ഹൈ ആവും അല്ലെ, വളരെ കൂടും. അപ്പൊ ആ സാധനം നമ്മുടെ ഹോസ്പിറ്റലിന്റെ സ്റ്റോറിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം? ആ സാധനം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല, മാർക്കറ്റിൽ ഒരുപാട് നമ്മൾ പൈസ കൊടുക്കണം. എന്നാൽ അവര് സ്റ്റാഫ് നോക്കുമ്പോൾ അവിടെ എന്താണ്, അത് ആ ഒരു സ്റ്റോർ റൂമിൽ ഒരുപാട് സാധനം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? അത് എന്താ ചെയ്യാ? അവരെന്ത് ചെയ്യും? ഇത്തിരി തരികിട പരിപാടിയൊക്കെ ഉള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ എന്താ ചെയ്യാ? അവര് ആ സ്റ്റോർ റൂമിൽ നിന്ന് ഹൈ കോസ്റ്റിൽ കൊടുക്കും. അതെ, സ്റ്റോർ റൂമിൽ നിന്ന് മോഷ്ടിച്ച് അവരെന്ത് ചെയ്യും? അത് പുറത്ത് വിൽക്കും അല്ലെ, വിൽക്കില്ലേത് പുറത്ത് വിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതെ, ബ്ലാക്കിലൊക്കെ വിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതും ഒരു എന്താണ് കാരണമാണ്. പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം, ശരിയായ രീതിയിൽ സാധനങ്ങളുടെ അവിടുത്തെ സ്റ്റോക്കിന്റെ ഓഡിറ്റ് ചെയ്യാത്തത് കൊണ്ടാവാം, ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെന്റ് കൊണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ശരിയായ രീതിയിൽ ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരാൻ സാധ്യതയില്ല? ഇങ്ങനെയുള്ള മോഷണങ്ങളോ വേസ്റ്റേജസ് ഒന്നും വരാൻ സാധ്യതയില്ല അല്ലെ. ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ദ സെയിം കോമ്പൗണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിലോ, ആ സെയിം കോമ്പൗണ്ടിൽ ഒരുപാട് സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലാണെങ്കിലോ അവരെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. സ്റ്റാഫുകളുടെ എണ്ണം കൂടിയാലും അല്ലെ കുറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം എന്താ, കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല. കൂടിയാലും എന്താണ്, അവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനം ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ അവരെ ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനും കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ആ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ ആ സമയത്തും അവർ ഇതുപോലെയുള്ള മോഷണങ്ങളോ ഒരുപാട് വേസ്റ്റേജസ് ഒക്കെ ചെയ്തേക്കാം അല്ലെ. ഇനാഡിക്വേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആക്യുറേറ്റ്ലി, എന്താ ആ ഒരു വരവ് ചിലവ് കണക്കുകൾ അല്ലെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് സ്റ്റാഫുകളുടെ അഭാവം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സാധനങ്ങൾ അല്ലെ, അവിടെ നിന്ന് അത് വാങ്ങാനായിട്ട് ചെലവാവുന്നത് അല്ലെ, അപ്പൊ ആ ഒരു വരവ് ചിലവ് കണക്കുകൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, രേഖപ്പെടുത്താനായിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ ചിലപ്പോ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ സ്റ്റാഫുകൾ ആവശ്യമായ മതിയായ സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മതിയായ സ്റ്റാഫുകളുടെ അഭാവം മൂലവും ഈ പറയുന്ന വേസ്റ്റേജസ് അല്ലെങ്കിൽ പീപ്പറേജുകൾ നടക്കാവുന്നതാണ്. ക്ലിയർ ആയോ? ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? അത് ജസ്റ്റ് എന്താ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു എന്താ ഒരുപാട് പേര് ആ ഹോസ്പിറ്റലിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് വരുന്നത് കൊണ്ടാണ് അല്ലെ. ഒന്നില്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വരാം, അല്ലെങ്കിൽ ഒരു അർജന്റ് അറ്റൻഷൻ വേണ്ടതായിട്ടുള്ള ഒരു പേഷ്യൻസ് വരുന്നതുമായി ബന്ധപ്പെട്ട് വരാം, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അവർക്ക് അമിതമായിട്ടല്ല ആവശ്യമായ അളവിലല്ലാതെ സ്റ്റാഫുകൾക്ക് ഒരുപാട് സ്റ്റോക്ക് ലെവൽ കൊടുക്കുന്നത് കൊണ്ടാവാം. അവരെന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ കാണാല്ലേ, അവർ ഒരുപാട് ലാവിഷായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യും. ഒരുപാട് വേസ്റ്റേജസ് വരാലോ. അതുപോലെ അതാത് ഒരൊറ്റ യൂണിറ്റിന് നൽകാതെ ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അവരെല്ലാവരെയും മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ശരിയായ രീതിയിലുള്ള ജോബ് നിർണയിച്ചു കൊടുക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താ ശരി ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിലോ ഒരുപാട് യൂണിറ്റിന് ആവശ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്കുകൾ കൊടുക്കുന്നത് കൊണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് അവർ സ്റ്റാഫുകൾ എടുത്തിട്ട് പോയാലും നമ്മൾ അറിയില്ല അല്ലെ, ഹോസ്പിറ്റലുകാർ അറിയുന്നില്ല, ശരിയായ രീതിയിൽ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ചെക്ക് ചെയ്യുന്നില്ല, അതെല്ലാം അവർക്കുള്ള സൗകര്യം കൂട്ടി കൊടുക്കുക അല്ലെ. ഇതൊക്കെ വഴിയാണ് എന്താണ് ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള പിൽഫറേജസ് അല്ലെങ്കിൽ വേസ്റ്റേജസ് ഒക്കെ വരാനുള്ള കാരണങ്ങൾ. ഇനി നെക്സ്റ്റ് നോക്കി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഐറ്റംസ് എന്നാണ് ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്. പിൽഫറേജിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ഏതൊക്കെയായിരിക്കും? ഡ്രഗ്സ് ഉൾപ്പെടാം അല്ലെ, അറിയില്ലേ നമുക്ക്? ഡ്രഗ്സ് ഉൾപ്പെടാലോ. ഒരു ഹോസ്പിറ്റലിൽ കളവ് പോകുന്ന ഐറ്റംസ് എന്തൊക്കെയായിരിക്കും കൂടുതല്? ഡ്രഗ്സ് ഉൾപ്പെട്ടൂടെ? മരുന്നുകൾ അല്ലെ, മെഡിസിൻസ് ഒക്കെ ഉൾപ്പെടാലോ. പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാം. ഫുഡ് മെറ്റീരിയൽസ്, എന്തൊക്കെ ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും?
ഇപ്പൊ ചിലപ്പോ കുക്ക് ചെയ്യുന്നതിന് മുൻപുള്ള റോ മെറ്റീരിയൽസ് ആണ് അല്ലെ. കുക്ക് ചെയ്യുന്നതിന് മുൻപുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുപോകാലോ അവർക്ക്, ആണല്ലോ. ഫുഡ് കുക്ക് ചെയ്തതിന് ശേഷം, പാകം ചെയ്തതിന് ശേഷം ഈ സാധനം നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതാത് വാർഡുകളിലേക്കോ റൂമുകളിലേക്കോ കൊണ്ടുപോകുന്നതിന് ഇടയ്ക്ക് സാധനങ്ങൾ മോഷണം പോകാമല്ലോ ഇല്ലേ. ഫുഡ് മെറ്റീരിയൽസ് രണ്ട് രീതിയിൽ അല്ലെ. റോ മെറ്റീരിയൽസ് ആയിട്ട് ചിലപ്പോ ആളുകൾക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാം. അതല്ലെങ്കിലോ നമ്മൾ ആ സാധനം ഉണ്ടാക്കി പാകം ചെയ്ത സാധനം ഈ കിച്ചണിൽ നിന്ന് അതാത് വാർഡുകളിലേക്ക് അല്ലെങ്കിൽ റൂമുകളിലേക്ക് എത്തുന്നതിനിടയിൽ കൊണ്ടുപോകുന്ന സമയത്ത് മോഷിച്ചൂടെ? പറ്റുമോ? എന്താണ് ഒരു റിപ്ലൈ തരാത്തെ? പറ്റില്ലേ? നെക്സ്റ്റ് എന്താണ്? ലിനൻ അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ലോണ്ട്രി ആൻഡ് ലിനൻ പഠിച്ചത് അല്ലെ. തുണികൾ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ വസ്ത്രങ്ങള് ലിനൻസ് മോഷണം പോകൂലേ? പോവാറുണ്ട് അല്ലെ. ദെൻ മെറ്റീരിയൽസ് വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്, എന്താ? പാത്രങ്ങള് അല്ലെ. സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ, ഒരുപാട് ട്രേ പാത്രങ്ങൾ മുതലായ കാര്യങ്ങളുണ്ട് അല്ലെ. ഇതെല്ലാം മോഷണം പോയിക്കൂടെ? പോവാം അല്ലെ. ഇൻസ്ട്രുമെന്റ്സ്, ചെറിയ ചെറിയ ഉപകരണങ്ങൾ അല്ലെ. വലിയ ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് അല്ലെ. ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ബാഗിൽ ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മോഷണത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാവുന്നതാണ്. ഈ ഐറ്റംസ്, പ്രധാനമായിട്ടും ഈ ഐറ്റംസ് ആണ് കൂടുതലും മോഷണം പോകുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ഡ്രഗ്സ് അല്ലെ, മെഡിസിൻസ് കാര്യങ്ങൾ കൊണ്ടുപോകാം. ഫുഡ് മെറ്റീരിയൽസ്, അത് റോ മെറ്റീരിയൽ ആവാം, കുക്ക്ഡ് ആയിട്ടുള്ളവയും കൊണ്ടുപോകാം. ലിനൻസ് അല്ലെ, വസ്ത്രങ്ങൾ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ കൊണ്ടുപോകാം. മെറ്റീരിയൽസ് സച്ച് ആസ് യൂട്ടൻസിൽസ് അല്ലെ, നമ്മുടെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകാം. ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഭാഗം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് 4th മോഡ്യൂളിലെ 7th ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ഇതിൽ 48 ആയിരിക്കും ചിലപ്പോ കിടക്കുന്നത്. ആണോ? 48 കിടക്കുന്നത്? ഒന്ന് നോക്കിയേ. നിങ്ങളുടെ മോഡ്യൂൾ വൈസിൽ എത്രയാ കിടക്കുന്നത്? 48 നമ്പർ? ആണോ? ഓക്കെ, അല്ലെങ്കിൽ പേപ്പർ വൈസ് ആണെങ്കിൽ 4th പേപ്പറില് നമ്മുടെ 7th ചാപ്റ്റർ ആണ് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും നോട്ട്സ് ഒക്കെ കയ്യിൽ കരുതിയിരിക്കുക കേട്ടോ. ആ സമയത്ത് ഇല്ല എന്ന് പറയരുത്, അതുകൊണ്ട് മിസ് ഓൾറെഡി പറയുന്നതാണ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, ഒന്ന് മൈൻഡ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ കേട്ടോ. താങ്ക് യു. Thank you, ma'am.